3 മാസങ്ങൾ നമുക്കറിയാം: റജബ്, ശഅബാൻ, റമളാൻ. ഈ 3 മാസങ്ങളും അതിപ്രധാനപ്പെട്ട വളരെ മഹത്വമേറിയ മാസങ്ങളാണ്. അതിന്റെ തുടക്കമാണ് റജബ്. റജബ് എന്ന ഈ 3 അക്ഷരങ്ങളെ സംബന്ധിച്ച് മഹത്തുക്കൾ അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ധാരാളം ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. റജബിലെ റാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്തുല്ലാ, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നാണ്. റജബിന്റെ ജീമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂദുല്ലാ, അള്ളാഹുവിന്റെ കൊടുതി എന്ന് മഹത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. ബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിർറുല്ലാ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഗുണങ്ങൾ. ഈ 3 അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് റജബോട് കൂടി ഒരു മനുഷ്യൻ റജബിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അവന്റെ ജീവിതം അതുവരെ 11 മാസങ്ങൾ ചെയ്തു കൂട്ടിയ സർവ്വപാപങ്ങളും അവന് കഴുകി വൃത്തിയാക്കാൻ ഏറ്റവും ഉചിതമായ ഒരു മാസമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മാസമാണ്. അതാണ് റജബിലെ റാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റഹ്മത്ത് താനെ ഇറങ്ങി വരുന്നതല്ല, അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം. നിങ്ങൾക്ക്, എന്റെ അടിമകൾക്ക് എന്താണോ വേണ്ടത്, അവൻ എന്താണോ ചോദിക്കുന്നത്, ആ ചോദിക്കുന്നത് അവന് നൽകാൻ അള്ളാഹു തയ്യാറായി നിൽക്കുന്ന മാസം, അതിനുവേണ്ടി നൽകിയിരിക്കുന്ന മാസമാണ് റജബ്. അതിനേക്കാൾ പവിത്രമാക്കപ്പെട്ടതാണ് ശഅബാൻ, അതിലും മഹത്വമാക്കപ്പെട്ടതാണ് റമളാൻ ശരീഫ്. രണ്ടാമത്തെ അക്ഷരമായ ജൂദുൽ, അള്ളാഹുവിന്റെ കൊടുതി. അള്ളാഹു ഏറ്റവും കൊടുതിയുള്ള ആൾ, കൊടുതിയുള്ളവൻ അള്ളാഹുവാ. എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട്, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ ഏറ്റവും നല്ല സമയം. റജബിലും ശഅബാനിലും റമളാനിലും നോമ്പനുഷ്ഠിക്കുന്ന ഉമ്മമാര്, സഹോദരിമാർ ഇപ്പോഴുമുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഫലമാണ്. നോമ്പ് നോറ്റുകൊണ്ട് ചോദിക്കുമ്പോൾ കൂടുതൽ മഹത്വമാണ്, കൂടുതൽ ഉത്തരം ലഭ്യമാകും. അതുകൊണ്ട് കിട്ടാനുള്ളത് മുഴുവനും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാവണം ഈ റജബ് മാസത്തിൽ. 3-ാമത്തെ അക്ഷരം ബിർറുല്ലാ, അള്ളാഹുവിന്റെ ഗുണമാണ്. അള്ളാഹു നമുക്ക് ഗുണങ്ങൾ നമുക്ക് ഒഴുക്കിത്തരുന്ന മാസമാണ്. അൽ-അസബ് എന്നും മറ്റൊരു അർത്ഥം അതിനുണ്ട്. ചൊരിഞ്ഞു നൽകുക, ചൊരിഞ്ഞു കൊടുക്കുക എന്നൊക്കെയാണ് അസബ് എന്ന് പറയുന്നത്. റജബിന്റെ മറ്റൊരു അർത്ഥമാണ്. അള്ളാഹു മനുഷ്യൻ ചോദിക്കുമ്പോൾ അവന് ചൊരിഞ്ഞു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ചോദിക്കൽ മാത്രമാണ് നമ്മുടെ ജോലി, പക്ഷെ ചോദിക്കാൻ സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പാതിരാത്രി എഴുന്നേറ്റിരുന്നു കൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ചെയ്തുപോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ല. അതാണ് പ്രശ്നം. ആ സമയം ഉണ്ടാക്കിയെടുക്കാൻ നാം തയ്യാറാവണം. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം തൽക്കാലം 3/4 ഭാഗവും നിർത്തിവെച്ച് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് മറ്റു ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ റമളാനിലേക്ക് തയ്യാറെടുപ്പ് നടത്താനുള്ള മാസമാണ് റജബ് മാസം. അതുകൊണ്ട് നാം ഒരുങ്ങണം റമളാനിലേക്ക്. മരണം എപ്പോഴാണ് നമ്മളെ പിടികൂടുക എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. സ്വർഗത്തിന്റെ അഹ്ലുകാരനായിക്കൊണ്ടാവണം നമ്മൾ മരിക്കേണ്ടത്. ആഖിബത്ത് നന്നായിക്കൊണ്ടാവണം നാം മരണപ്പെടേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.